தமிழ் மூவி, ஒரு தெலுங்கு மூவி, ஒரு மலையாள மூவியான அப்படி இல்லாமல் ஒரு இந்தியன் ஃபிலிம் வந்து ஒரு இன்டர்நேஷ்னல் லெவலுக்கான ஒரு கிரேடில் எடுத்திருக்காரு. அதுக்கு ஆசீர்வாத் சினிமாவுக்கும் டாக்டர் பி பிள்ளை சாருக்கும் வந்து வாழ்த்துக்கள் சொல்லணும். ஏன்னா சார் வந்து என்ன சொன்னாங்க, ஆக்டிங் காட். ஸோ இந்த படத்துக்கு அப்புறமா ஆக்டிங் காட் மட்டும் இல்லை, இந்த படத்துக்கு அப்புறமா இஸ் யூனோ டைரக்ஷனோட காட் கூட. ലാലേട്ടൻ്റെ ബെറോഫ് ഡിസംബർ 25 നാളെ റിലീസ് ആവുകയാണ്. നമ്മൾ കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 9:30ക്കാണ് ഷോ തുടങ്ങുന്നത്. അതിനു മുമ്പ് പല റിവ്യൂകളും വരാം, പക്ഷേ അതൊന്നും ആരും കേൾക്കണ്ട. 9:30ക്കാണ്. 2.25 മണിക്കൂറോളമുള്ള ചിത്രം. ഏകദേശം 1 മണിയോടടുപ്പിച്ച് മാത്രമേ കൃത്യമായിട്ടുള്ള റിവ്യൂ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് വരുന്ന പല റിവ്യൂകളും ഉണ്ടാകാം. അതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട. 9:30ക്ക് മാത്രമേ ഷോ ആരംഭിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നലെ സെലിബ്രിറ്റികൾക്കെല്ലാം കൂടി ഒരു ഷോ തമിഴ്നാട്ടിൽ ഇന്നലെ നടന്നായിരുന്നു. അതിൻ്റെ റെസ്പോൺസൊക്കെ ഒത്തിരി വരുന്നുണ്ട്, റിവ്യൂ ആയിട്ടൊക്കെ ഒത്തിരി വരുന്നുണ്ട്. അതും പ്രകാരം മോഹൻലാൽ അഭിനയത്തിൻ്റെ ദൈവമല്ല, അഭിനയത്തിൻ്റെ ദൈവമായിരുന്നു. അതുകൂടാതെ അഭിനേതാക്കളുടെ ഇടയിലെ ഗോഡായി മാറിയിരിക്കുന്നു എന്നുള്ള വാക്കുകളാണ് പലരും പങ്കുവെക്കുന്നത്. ഇതൊരു മാജിക് വേൾഡിൽ പോയി ഇറങ്ങി വന്ന ഒരു പ്രതീതി, ഒരു മായാജാലമാണ് ലാലേട്ടൻ ഇവിടെ തീർത്തു വെച്ചിരിക്കുന്നത് എന്നാണ് പണം കണ്ടവരെല്ലാം പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഷോ ആയിരുന്നു. സാധാരണക്കാർക്ക് അവിടെ പ്രവേശനമില്ലായിരുന്നു. ഇന്നലെ തമിഴ്നാട്ടിൽ അത് നടന്ന ഷോയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഒരേ പരത്തിൽ പറയുന്നു, ഇത് കുട്ടികൾക്ക് കാണാം, മുതിർന്നവർക്കും കാണാം എന്ന്. കുട്ടികൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ചിത്രം തന്നെയാണ് എന്നുള്ള ഭൂരിപക്ഷം പേരുടെ അഭിപ്രായമാണ്. കണ്ടവരെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഫാമിലിയെ കൂട്ടി ഇനിയും വരും, കുട്ടികളുമായിട്ട് വരും, അവരുടെ സന്തോഷം കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികളുടെ സന്തോഷം കാണാനാണ് താല്പര്യമില്ലേ. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് പോലുള്ള അവധി ദിനങ്ങളിൽ കുട്ടികളുടെ ആഘോഷം കാണാൻ വേണ്ടിയാണ്, സന്തോഷം കാണാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം കുട്ടികൾ വരിക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും കൂടെ കാണും, ഫാമിലി ഒട്ടാകെ ഒരു പടത്തിന് വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മാർക്കോ എന്ന ചിത്രം വൻ ഹിറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെറുപ്പക്കാർക്കുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും കയറി കാണാൻ പറ്റിയ ചിത്രമല്ല. പ്രത്യേകിച്ച് സ്ത്രീകളും എല്ലാം പേടിക്കുന്ന മനസ്സ് ഒരുമാതിരി ഇതുള്ളവർക്കൊന്നും മാർക്കോ കാണാൻ പറ്റിയ ചിത്രമല്ല എന്ന് തന്നെ എല്ലാവരും ഒരു സ്വരത്തിൽ പറയുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു ചിത്രം, ഫാമിലിക്ക് വേണ്ടി ഒരു ചിത്രം ലാലേട്ടൻ ഒരുക്കി വെച്ചിരിക്കുന്നു. പലരും പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഇത് കുട്ടികളുടെ ചിത്രമാണെന്ന് പറഞ്ഞ് ഇതിന് ഹൈപ്പില്ലാതാകുമോ എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു അതുപോലെ ലാലേട്ടൻ്റെ ഈ ചിത്രം പല റിലീഫ് ഡേറ്റ് മാറ്റിവെച്ചു. ഇപ്പോൾ ഇറക്കുന്നത് അത് മാർക്കോയെ പോലുള്ള ഒരു ചിത്രം കത്ത് നിൽക്കുന്ന സമയത്ത് ഇറക്കുന്നത് അത് നെഗറ്റീവായി ബാധിക്കത്തില്ലേ എന്നൊക്കെ പലരും അഭിപ്രായം പങ്കുവെക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതെല്ലാം പോസിറ്റീവായിട്ട് വരാനാണ് സാധ്യത. പ്രത്യേകിച്ച് മാർക്കോയെ പോയൊരു ചിത്രം നമ്മൾ പറഞ്ഞു, ഇത് കുട്ടികൾക്ക് കാണാൻ പറ്റിയൊരു ചിത്രമല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് വേറെ ചോയ്സ് ഒന്നുമില്ല, അത് ബെറോഫിലേക്ക് പോകും എന്നുള്ളത് 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇപ്പം ഇന്നലെ തമിഴ്നാട്ടിൽ ചിത്രം കണ്ടിറങ്ങിയവരുടെ ചില പ്രതികരണങ്ങൾ നമുക്ക് കാണാം. എല്ലാവരും ഒരു സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ പറയുന്നു, ലാലേട്ടൻ്റെ സംവിധാനം വേറെ ഒരു രക്ഷയില്ല, ചിത്രം മൊത്തമായിട്ടൊരു മായാപ്രപഞ്ചം തീർത്തിരിക്കുന്നു എന്ന് തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം. ഞാൻ ചുമ്മാ പറയുന്നതല്ല, നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒത്തിരി പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. ஒரு நல்ல இயக்குனராக இருந்தார், ஒரு நல்ல இயக்குனர் ஒரு நல்ல நடிகராக இருந்தார். அதற்கு உதாரணமாக இந்த படத்தில் மோகன்லால் அவர்கள் முதல் முறையான 47 ஆண்டுகளுக்கு பிறகு இந்த படத்தை இயக்கியிருக்கிறார். மிகவும் அற்புதமாக குழந்தைகள் படமாக நீண்ட இடைவேளைக்கு பிறகு இப்படி ஒரு 3D படம் வந்து பார்க்கக்கூடிய வாய்ப்பினை நமக்கு அளித்திருக்கிறார். படம் மிகவும் நன்றாக ஒரு பொழுதுபோக்கு படமாக வந்திருக்கிறது. மூர்லால் சாரோட டைரக்ஷனில் பரோஸ் அப்படின்ற படம் பார்த்துட்டு வெளியே வரேன். இது கண்டிப்பாக வந்து
தமிழில் ரொம்ப நாளைக்கு முன்னாடி மைடியர் குட்டிச்சாத்தான்னு சொல்லிட்டு ஒரு படம் வந்துச்சு, குழந்தைகளுக்கெல்லாம் பிடிச்சது. அது மாதிரி ஒரு பூதம் கான்செப்டில் ரொம்ப நல்லா இருக்கு ஆக்சுவலாக. அது இதில் முக்கியமான விஷயம் என்னென்னா, ஆக்ட் பண்ணிட்டே ஒருத்தர் டைரக்ட் பண்ணுறது ரொம்ப சாதாரண விஷயம் இல்லை. மோகன்லால் சார் ஆக்ட் பண்ணிட்டு டைரக்ட் பண்ணிட்டு அது 3Dயில் பண்ணியிருக்காரு. கண்டிப்பாக நான் நல்லா இந்த படத்தை பார்க்கணும். இப்போ மரோஸ் படம் பார்த்தோம், மோகன்லால் சார் நடித்து இயக்கிய அந்த படத்தில் இருக்க அந்த 3D எஃபெக்ட்ஸு, அந்த கேரக்டர் குழந்தைங்க எல்லாருக்கும் ரொம்ப பிடிக்கும். நம்புகிறேன் ஃபேமிலியோடு வந்து பார்த்தா என்ஜாய் பண்ணுவோம். நான் வாழ்த்துக்கிறேன். மோகன்லால் சார் முதல் படம் வந்து இயக்குனராக பண்ணியிருக்காரு. முதல் படமே வந்து ஒரு பெரிய முயற்சியாக பண்ணியிருக்காரு. இதுவரைக்கும் யாரும் செய்யாத ஒரு விஷயத்தை பண்ணியிருக்காரு. இந்த படம் வந்து குழந்தைகளுக்கு வந்து குடும்பத்தோடு பார்க்கக்கூடிய ஒரு படமாக பண்ணியிருக்காரு. ரொம்ப ஆச்சரியமாக தான் இருக்குது இந்த படத்தை பார்க்கும்போது. ஒரு சோதனை முயற்சி, முதல் முயற்சியே ஒரு சோதனை முயற்சி, அதே சமயத்தில் வந்து ஒரு வேறு ஒரு இடத்துல வந்து ஒரு நடிகராகவும் இதில் வந்து அவர் சிறப்பாக நடிச்சிருக்காரு. இந்த படம் எல்லோரும் குடும்பத்தோடு போய் பார்க்குற ஒரு படம். கண்டிப்பாக அந்த படம் வந்து எல்லாத்தையும் என்டர்டைன்மெண்ட் பண்ணலாம். நான் கூட இந்த படம் பார்க்கும்போது நம்ம வீட்டில் இருந்து குழந்தைகளை கூப்பிட்டு வரலையே நான் நினச்சேன். இந்த படம் மாபெரும் வெற்றி பெற வாழ்த்துக்கள். இயக்குனர் மோகன்லால் சாருக்கு என்னுடைய வாழ்த்துக்கள். லெஜண்ட் ஆக்டர், ஒரு கம்ப்ளீட் ஆக்டர் மோகன்லால் சாருடைய டைரக்ஷனில் ஒரு ஃபஸ்ட்டு படம். அதுவே வந்து என்னை இந்த இடத்துக்கு வர வச்சிச்சு. குழந்தைகளோட நிச்சயம் இந்த திரைப்படத்தை போய் பாருங்க, உங்கள் எல்லாருக்கும் பிடிக்கும். தேங்க்யூப்பா. லால் சாருடைய ஒரு 50 years of சினிமாவில் ஒரு முக்கியமான ஒரு அங்கம். 24 எண்டிங்கில் 25 2025 பிகினிங் ஒரு ரொம்ப அற்புதமான ஒரு பாசிட்டிவ் நோட்டோடு எடுத்து கம்ப்ளீட் பண்ணியிருக்கிற ஃபிலிம் இது. ஃபர்ஸ்ட் 3D ஃபிலிமே இந்தியன் சினிமாவில் வந்து மலையாளத்தில் அவங்க தான் ப்ரொடியூஸ் பண்ணி இட் கேம் இன் ஆல் த லாங்குவேஜஸ். ஸோ 18 yearsல ஸ்டார்ட் பண்ண ஒரு ஜர்னி, ஐ திங்க் ஒரு இம்பார்ட்டன்ட் மைல் ஸ்டோன் லால் சாருடைய ஒரு ஃபிலிம் கேரியரில் இது அமைஞ்சிருக்குன்னு நான் ரொம்ப பெருமிதமாக சொல்லிக்கிறேன். அவரோட கூட நடித்த ஒரு பெருமையும், அவர் இருந்த காலகட்டத்தில் நானும் இருக்கேன், அவரோட பணியாற்றி இருக்கணும் என்று நினைக்கும் போது ரொம்ப சந்தோஷமாக இருக்குது. ஸோ ஹாப்பி ஃபார் யூ லால் சார். அண்ட் இந்திய சினிமாவில் ஒரு തൂണുകൾ ഇരുന്നാൽ അതിൽ മുഖ്യமான തൂൺ வந்து ലാൽ സാർ. അவ்வளோ ഈസിയാണ്. എല്ലാവരും ഒരേ പ്രതി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു വല്ലാത്ത ലെവൽ ചിത്രമാണ്. നമ്മൾ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം. അപ്പം നാളെ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. വലിയ ഹൈപ്പൊന്നും ഇല്ലാത്ത ചിത്രം, കഴിയുന്നതും ഇത് ഈ ചിത്രത്തിന് നിർമ്മാതാക്കൾ ആശീർവാദ് വലിയ ഹൈപ്പൊന്നും കൊടുക്കാൻ തീരുമാനിച്ചില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പഴയ പല പാഠങ്ങളും അവർക്ക് ഇതിന് ഈ കാര്യത്തിൽ ഗുണമായിട്ട് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വലിയ ഹൈപ്പിലൊക്കെ ചിത്രം ഇറങ്ങിയതിന് ശേഷം ഇത് കുട്ടികളുടെ ചിത്രമാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ടാകാം ഇവർ വലിയ ഹൈപ്പിലൊന്നും കൊടുക്കാതിരുന്നത്. പക്ഷേ വലിയ ഹൈപ്പിലൊന്നും കൊടുക്കാതിരുന്നതിന് ശേഷം തിയേറ്ററിൽ പോയി കണ്ട് വലിയ പ്രതീക്ഷകളൊന്നുമില്ല നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിയുമ്പോഴേ ഒരു മായാപ്രപഞ്ചം പോലെ നമ്മളെ ഇത് അത്ഭുതപ്പെടുത്തുമെങ്കിൽ ഇത് വൻ ഹിറ്റ് 100% ഉറപ്പായിരിക്കും. ഈ പറഞ്ഞേക്കുന്നത് എല്ലാവരും പറയുന്നത് ഇത് വൻ വിജയമായി മാറുമെന്ന് തന്നെയാണ്. നമുക്ക് കുറച്ച് ആൾക്കാരും കൂടെ പറയുന്നത് കേൾക്കാം. ഇത് കേട്ടാലും മതിയാവുന്നില്ല അല്ലേ? നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ട സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തെപ്പറ്റി അന്യഭാഷയിലെ നടന്മാരൊക്കെ പറയുമ്പോഴേ നമുക്ക് പ്രത്യേക സന്തോഷമാണ്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കേൾക്കാം. கதையாக்கமாக இருக்கட்டும், கேமராவை ஹேண்டில் பண்ணியிருக்கிற விதமாக இருக்கட்டும், அவர் எடுத்துக்கொண்ட ஒரு பியூட்டிஃபுல்லான ஒரு ஸ்டோரியாக இருக்கட்டும், அனைத்துமே வந்து ஒரு வித்தியாசமான கோணத்திலிருந்து ஒரு நடிகர் தன்னை இயக்குனராக அறிமுகப்படுத்திக் கொள்ளுகிற ஒரு மகத்தான ஒரு படத்தோட வாரிஸ் வந்திருக்காரு. இந்த தமிழ் படத்தில் அவரே டப் பண்ணியிருக்காரு. அது இன்னும் அழகாக இருந்தது.
எல்லா குழந்தைங்களோடையும் இந்த ஒரு கிறிஸ்மஸ் நியூ இயர்ஸ் இவை நல்லபடியாக நம்ம வந்து குழந்தைங்களோட வெளியே வந்துட்டு ஜாலியாக ஒரு 2 மணி நேரம் இருக்கலாம் அப்படின்னா பாரூஸ் படத்தை பார்க்கலாம். 3Dயும் இருக்குது. ரொம்ப அற்புதமான விதத்தில் இந்த 3D செஞ்சுருக்காங்க. சந்தோஷ் செல்வன் அவர்களுடைய கேமராவாக இருக்கட்டும் எல்லாமே வந்து சிறப்பான முறையில் பண்ணியிருக்காங்க. மோகன்லால் சாருக்கு என்னுடைய வாழ்த்துக்கள். இன்னும் நடிகராக எந்த அளவுக்கு அவர் வந்து நம்மளை உற்சாகப்படுத்தியிருக்காரு, நம்மளை வந்து என்டர்டெயின் பண்ணியிருக்காரோ அதே அளவுக்கு வந்து இயக்குனராக நம்மளை என்டர்டெயின் பண்ணுவார் அப்படின்ற நம்பிக்கை இந்த பாரஸ் படம் மூலமாக ஏற்படுத்தியிருக்காரு. என்னுடைய வாழ்த்துக்கள் லால் சாருக்கு. ஆஸ் ஆல்வேஸ் லால் சார் ப்ராமிஸ். மோகன்லால் சார் டைரக்ஷனில் வரப்போகிற ஒரு பியூட்டிஃபுல் படம். இந்தியாவோட ப்ரைடு மோகன்லால் சார். இதுக்கு ரொம்ப சந்தோஷமாக இருக்குது, ஒரு எக்ஸைட்மெண்ட்டாக இருக்குது. ஏன்னா மோகன்லால் சார் ஃபஸ்ட் டைம் டைரக்ட் பண்ணியிருக்காரு. இந்த மூவி பார்க்கறது ஒரு வாய்ப்பு கிடச்சிருக்குது ப்ரீமியர் ஷோக்கு. ஃபர்ஸ்ட் ஆஃப் ஆல் வந்து இந்த மூவி பற்றி சொல்லணும்னா இட்ஸ் அன் இன்டர்நேஷ்னல் ஃபிலிம். ஒரு தமிழ் மூவி, ஒரு தெலுங்கு மூவி, ஒரு மலையாளம் மூவியான அப்படி இல்லாமல் ஒரு இந்தியன் ஃபிலிம் வந்து ஒரு இன்டர்நேஷ்னல் லெவலுக்கான ஒரு கிரேடில் எடுத்திருக்காரு. அதுக்கு ஆசீர்வாத் சினிமாவுக்கும் டாக்டர் பி பிள்ளை சாருக்கும் வந்து வாழ்த்துக்கள் சொல்லணும். ஏன்னா ஃபஸ்ட் டைம் வந்து மோகன்லால் சார் டைரக்ட் பண்ணுறக்கூடிய வாய்ப்பு வந்து ஆஸ் அ ப்ரொடியூசராக அவங்களுக்கு கிடச்சிருக்குது. அது ரொம்ப சந்தோஷமான ஒரு விஷயம். இந்த மூவி வந்து அவங்க ப்ரொடக்ஷன் ஹவுசஸ்க்கு வந்து ஒரு ஹிஸ்டாரிக்கலாக இந்த நேம் வந்து ரிஜிஸ்டர்ட் ஆகிடும். எனக்கு பிடிச்சது வந்து நான் மோகன்லால் சார் கூட பேசும்போது கூட சொல்லியிருந்தேன், எனக்கு பிடிச்சது வந்து டீட்டெயிலிங். மோகன்லால் சாரோட ரைட்டிங், அந்த டீட்டெயிலிங், அந்த கிறிஸ்ப்னஸ், சினிமாட்டோகிராஃபி, எடிட்டிங், விஎஃப்எக்ஸ், அந்த வார் சீக்வன்சஸ் எல்லாமே ரொம்ப கிளியராக கிளாரிட்டியாக எடுத்திருக்காரு. அது ரொம்ப பிடிச்சிருந்தது. எனக்கு தெரிஞ்சு எல்லா கிட்ஸும் பார்க்கணும். ஒரு இட்ஸ் அ கைண்ட் ஆஃப் ஃபேரி டேல் வித் அட்வென்ச்சரஸ். இட்ஸ் அ மிக்ஸ்ட் ஆஃப் ஆல் எமோஷனல் ஜானர் இருக்குது. இது பேசிக்கலி கிட்ஸுக்கு நல்லா ஹெல்ப் ஆகும். ஸோ ஐ விஷ் மோகன்லால் சார் இன்னும் தொடர்ந்து நிறைய மூவிஸ் டைரக்ட் பண்ணணும், நிறைய யங்ஸ்டர்ஸ்க்கு டேலண்ட் കൊടുക്കണം. ஸோ ஐ விஷ் ஆல் த എൻറ്റയർ ടീം. തമിഴൊന്നും സത്യമായിട്ട് മനസ്സിലാവുന്നില്ല, എന്നാലും തമിഴൊക്കെ കേട്ടാൽ മനസ്സിലാവില്ലേ. ഇതിനകത്തെല്ലാം ലാലേട്ടനും ഫങ്ങീശുവിനും ഒക്കെ കൃത്യമായിട്ടുള്ള പുകഴ്ത്തലുകളാണ് ഇതിനകത്ത് ഉടനീളം നമുക്ക് കാണാം. അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്ക് കേൾക്കുന്നതിൻ്റെ സന്തോഷമല്ലേ. അന്യഭാഷയിലെ നടന്മാരൊക്കെ ഇങ്ങനെ ലാലേട്ടനെയും ഫങ്ങീശുവിനെയും നമ്മുടെ മലയാളത്തിലെ മികച്ചവരെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ നമുക്കൊരു കോൾമയിൽ കൊള്ളുന്ന അവസ്ഥയാണ്. ഏതാനും ചിത്രം നമുക്ക് ഏതായാലും നാളത്തെ 9:30-ക്കാണ് ഷോയ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനിടയിൽ ബെറൂഫിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പല പണി പണിട്ട് നോക്കുന്നവരുണ്ട്. പണം ഇറങ്ങുന്നതിന് മുമ്പ് കൊള്ളത്തില്ല, ഇത് പൊട്ടിപ്പോയി എന്ന് പറയുന്നവരുമുണ്ട്. അപ്പം ഇതൊന്നും കാര്യമാക്കരുത്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. 3D ചിത്രമാണ്. എനിക്ക് തോന്നുന്നു റിയൽ 3D ചിത്രം തന്നെയാണ് ഈ ചിത്രം എന്നുള്ളതാണ്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പല എലിമെൻറ്റുകൾ ഇത് കണ്ടവരെല്ലാവരും പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ വിചാരിച്ച കുട്ടികളുടെ ഒരു ചിത്രം എന്ന്. പക്ഷേ കുട്ടികളുടെ ചിത്രം ആണെങ്കിൽ മുതിർന്നവർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത് എൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ്. കാരണം പല കാർട്ടൂണുകളും കുട്ടികൾ ഇഷ്ടപ്പെടുന്ന പല കാർട്ടൂണുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കതിനകത്ത് അങ്ങ് ലയിച്ചു പോകും. അപ്പം ഒത്തിരിയുണ്ട് ഈ വീഡിയോ, പല പ്രമുഖ വ്യക്തികളും പറയുന്നുണ്ട്. ഇത് ദീർഘമായൊരു വീഡിയോ ആണ്, വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊന്ന് കാണാം. വീഡിയോ നീണ്ടുപോകും എന്ന് തോന്നുന്നു. എന്നാലും ലാലേട്ടനെ പറ്റി നമ്മുടെ ബെറൂഫിനെ പറ്റിയൊക്കെ പറയുന്നത് കേൾക്കുന്നത് സന്തോഷമല്ലേ. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കേൾക്കാം. அதான் பரோஸ் பார்த்துட்டு வந்தேன். அதாவது எப்படி ஒன்று ஒரு மேஜிக் வேர்ல்டுக்குள்ளே போயிட்டு வந்த மாதிரி 3 நூற்றாண்டுகள் நடந்து ஒரு கதை. இன்னைக்கு பரோஸ் மூவியோட ப்ரீமியருக்கு வந்திருக்கோம். பிரம்மாண்டமாக இருக்குது. எல்லாருமே ஹாலிவுட் மூவின்னு சொல்லிட்டு இருப்பாங்க. ஆக்சுவலி இந்த படம் பார்த்துட்டு எப்படி ஹாலிவுட் படங்கள் கற்றுக்கணும், எப்படி எல்லாம் பண்ணணும். ஏன்னா நம்ம ஹாலிவுட் பேசுகிறோம், அல்லாதேன் இந்த மாதிரி மூவிஸ் பற்றி எல்லாமே நம்ம பேசிகிட்டு இருக்கோம். ஆனால் இது நேட்டிவ் 3Dயில் எடுத்திருக்காங்க.
நம்ம லால் சார் மோகன்லால் சார் வந்து எப்படி ஒரு என்டையர் வேர்ல்டில் இருக்கிற பெஸ்ட் ஆக்டர்ஸ்லேயே ஒருத்தாங்கன்னா, அதே மாதிரி டைரெக்ஷனில் நீங்கள் பார்த்தீங்கன்னா ஐ திங்க் என்டையர் வேர்ல்டில் இருக்கிற டெக்னீஷியன்ஸ் வந்து கற்றுக்கணும் இந்த படம் பார்த்துட்டு. ஏன்னா அவ்வளோ வந்து அற்புதமாக பண்ணியிருக்காங்க. சந்தோஷ் சிவன் சார் சொல்லவே வேண்டாம், இது கேன்சல் ஃபெஸ்டிவலில் அவ்வளோ வந்து அவங்களுக்கு சம்மானம் கொடுத்துருந்தாங்க, அவங்களோட பெஸ்ட் கேமராமேன் சொல்லிட்டு. இதில் வந்து அவங்க பிரம்மாண்டமாக வந்து பண்ணியிருக்காங்க. டிகே ராஜகுமார் சார் பற்றி சொல்லணும். எப்படின்னா he was a creative head for the entire district and லிடியன் அவங்க பியூட்டிஃபுல்லாக வந்து மியூசிக் பண்ணியிருக்காங்க. அண்ட் இது என்டையர் வந்து இப்படி வந்து இந்தியாவில் ஒரு படம் வந்து பண்ண முடியும்னா ரியலி இம்பாசிபிள். ஏதோ ஒரு மேஜிக் போயிட்டு பார்த்துட்டு வர மாதிரி இருக்குது. ஐ திங்க் எவ்ரி இந்தியன் வந்து இந்த படத்தை வந்து பார்க்கணும், ப்ரௌட் ஃபீல் பண்ணணும். ஏன்னா இப்படியெல்லாம் படம் வந்து இந்தியாவில் பண்ண முடிஞ்சதா எனக்கும் ரொம்ப ஹாப்பியாக இருக்குது. ஒரு பாட்டாக இருக்கிறதுக்கு இந்த படத்தில் லால் சார் வந்து என்ன சொன்னாங்க, ஆக்டிங் காட். ஸோ இந்த படத்துக்கு அப்புறமா ஆக்டிங் காட் மட்டும் இல்லை, இந்த പടத்துக்கு അപ്പുറമാ ഈസ് ഡയറക്ഷനോட ഗാഡ് കൂടെ. സോ ഇതൊക്കെ കേൾക്കുന്നത് തന്നെ സന്തോഷമാണ്. അപ്പം ബറോഫ് കാണാനുള്ള കാത്തിരിപ്പ് തന്നെയാണ്. വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വന്ന ചിത്രം ക്രിസ്മസിന് സൂപ്പർ മെഗാഹിറ്റിലേക്ക് പോകും എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്ന ഘട്ടത്തിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ പ്രീഫെയിൽ കളക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ സാധാരണ ചിത്രങ്ങൾ കിട്ടുന്ന പോലെ ഇല്ല. ഞാൻ പറഞ്ഞ ഹൈപ്പ് കുറവാണ്. അപ്പം ഹൈപ്പ് കുറച്ചാണ് ഇവർ റിലീസ് ചെയ്യുന്നത്. ഇത് വലിയ ഹൈപ്പിലൊക്കെ കൊണ്ടുവരുന്നതെങ്കിൽ പ്രീഫെയിലൊക്കെ നമുക്ക് പറയാമല്ലോ. കാരണം ലാലേട്ടൻ്റെ ചിത്രങ്ങളെല്ലാം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പം ഈ ചിത്രങ്ങൾ വളരെ ഹൈപ്പ് കുറച്ച് ആണ് ഇവർ നിർമ്മാതാക്കൾ തന്നെ കൊണ്ടിരിക്കുന്നത്. അത് തിയേറ്ററിൽ വരട്ടെ, ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട് പറഞ്ഞ് ഹിറ്റായി മാറും എന്ന് അവർക്ക് ഏകദേശം ഉറപ്പാണ്. അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം. അത് ആവശ്യത്തിന് ഇതിൻ്റെ നിർമ്മാതാക്കളും ലാലേട്ടനും ഒക്കെ ഉണ്ട് എന്നുള്ളത്. അവർ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കുന്നില്ല. തിയേറ്ററിൽ കണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പം ഈ നടന്മാരും നടിമാരും എല്ലാം പറയുന്ന ചില വാചകങ്ങൾ, വിജയ് സേതുപതി, രോഹിണി എന്നും വേണ്ട പ്രസിദ്ധമായ നടനും നടിമാരുമാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം. അപ്പം എല്ലാ മേഖലയിൽ നിന്നുള്ള സെലിബ്രിറ്റികൾക്ക് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു ഷോ നടത്തിയത്. അത് ഈ ചിത്രം വൻ വിജയമായി മാറും എന്ന് എല്ലാവരും ഒരു സ്വരത്തിൽ പറയുന്നു. ലാലേട്ടൻ്റെ സംവിധാനത്തെയും അഭിനയത്തെയൊക്കെ പുകഴ്ത്തുന്നവർ തന്നെയാണ് ഈ നടീനടന്മാരെല്ലാം. നേരത്തെ തന്നെ ലാലേട്ടൻ്റെ പല ചിത്രങ്ങൾ കണ്ട് അവർ കണ്ണു തള്ളിയിട്ടുണ്ട്. ഇപ്പം സംവിധാനം കൂടി കണ്ടു കഴിയുമ്പോൾ അവരുടെ കിളി തന്നെ പറന്നുപോയ അവസ്ഥയിലാണ് പല നടനും നടിമാരും ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പം ചിത്രത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇതൊരു വൻ വിജയമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പം നാളെ അതിനിടയ്ക്ക് ബറോഫിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ വീഡിയോയുമായി എത്താം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബായ്.